Yes, good morning. ഏഴാം ക്ലാസ്സുകാരെ ഞാൻ അവധിക്കാലത്ത് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. കുറേ പേരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടാത്തവർ നിങ്ങളുടെ ബുക്കിൻ്റെ ആദ്യം അത് കാണണം. ഏറ്റവും ആദ്യം ഞാനത് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സാനിറ്റൈസർ നിങ്ങൾ ഉപയോഗിക്കുക. മൂന്ന്, രണ്ടാമത്തെ കാര്യം മാസ്ക്. ഞാനിപ്പോൾ ക്ലാസ് എടുക്കേണ്ടത് കൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല, പക്ഷെ നിങ്ങളത് ഉപയോഗിക്കുക, സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. എല്ലാവരും സേഫായിട്ട് വീടുകളിൽ തന്നെ ഇരിക്കുക. അതിൻ്റെ പുറത്തിൽ പഠന കാര്യങ്ങളോട് നമുക്ക് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസ് ശ്രദ്ധിച്ചുകൊള്ളുക. ഏഴാം ക്ലാസ് ചാപ്റ്റർ 1, യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ. യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും പുസ്തകം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും പുസ്തകം എടുത്ത് വയ്ക്കുക, ഒരു നോട്ട്ബുക്ക് എടുത്ത് വയ്ക്കുക, പേന എടുത്ത് വയ്ക്കുക. ഇത്തരം കാര്യങ്ങൾ നമുക്ക് വളരെ അത്യാവശ്യമുണ്ട്. ഓക്കെ, നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും യൂറോപ്പിനെ പറ്റി. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം യൂറോപ്പിനെ പറ്റി? ഒരു ഭൂഖണ്ഡം അല്ലേ? നമ്മളുമായിട്ട്, ഇന്ത്യയുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു ഭൂഖണ്ഡമാണ് യൂറോപ്പ്. കാരണം ഇതിനു മുൻപ് പല യൂറോപ്യന്മാർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് യൂറോപ്പ്. കാണാൻ നല്ല രസമുള്ള ഒരു സ്ഥലം, തണുപ്പുള്ള സ്ഥലമാണ്, മഞ്ഞ് നന്നായിട്ടുള്ള ഒരു സ്ഥലമാണ്, വനം നന്നായിട്ടുള്ള സ്ഥലമാണ്, നല്ല കട്ടിയുള്ള തടികളും ഒക്കെയുള്ള വനമുള്ള സ്ഥലമാണ്. ആ തടികൾ കൊണ്ട് ബോട്ടൊക്കെ ഉണ്ടാക്കിയാണ് അവർ പല സ്ഥലങ്ങളിലേക്കും കടലിലൂടെ യാത്ര ചെയ്യുകയും അങ്ങനെ പല സ്ഥലങ്ങളിൽ ചെന്നെത്തുകയും അവിടെ കീഴടക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് യൂറോപ്പിന്റെ ഒരു പ്രത്യേകത. ഇതുകൊണ്ട് വളരെയധികം കാര്യങ്ങളുണ്ട്, നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം അതുപോലെ തന്നെ നമ്മൾ പറയുന്ന വേറെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായിട്ട് അവർ വളരെ മുന്നിലായിരുന്നു. ശാസ്ത്ര സാങ്കേതിക മികവിൽ അവർ വളരെ മുന്നിലായിരുന്നു. കണ്ടുപിടുത്തങ്ങളുടെ നാടാണ് യൂറോപ്പ്. നമുക്കറിയാം, ഓരോന്നും കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുടെ പേര് പറയുമ്പോൾ അതൊന്നിൽ ഒരു ഇംഗ്ലീഷ് പേര്, അല്ലെങ്കിൽ അതൊരു ഫ്രഞ്ച് പേര്, അല്ലെങ്കിൽ നമുക്കറിയാം യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാം വരുന്നത്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതി ഏറ്റവും ആദ്യം ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത് യൂറോപ്പായിരുന്നു. അതുകൊണ്ട് ഇവർക്കൊരു പ്രത്യേക സംസ്കാരമുണ്ട്, അവർക്കൊരു പ്രത്യേക ജീവിത രീതിയുണ്ട്. അതിനെ ഫോളോ ചെയ്യാനായിട്ട് ലോകത്തിലുള്ള മറ്റുള്ള എല്ലാ രാജ്യങ്ങളും എല്ലാ ജനങ്ങളും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് യൂറോപ്പിനെ പറ്റിയുള്ള ഒരു പ്രത്യേകത. ഏറ്റവും അതാണ് പുസ്തകത്തിൽ പറയുന്നത് യൂറോപ്പിനകത്തുള്ള ഒരു മോണുമെന്റിനെ പറ്റിയുള്ള ഹേഗിയ സോഫിയ എന്ന് പറയുന്ന ഒരു ചരിത്ര സ്മാരകം. അവിടെയുള്ള കുറെ കാര്യങ്ങളെല്ലാം ഒരു മ്യൂസിയം പോലെ അവർ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ചരിത്ര സ്മാരകത്തെ പറ്റിയാണ് പറയുന്നത്. അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ഞാൻ കൊണ്ടുവരുന്നത്, അത് നിങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഇതായിരുന്നു ചരിത്ര സ്മാരകം. ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ധാരാളം ജനങ്ങൾ കാണാനായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് കെട്ടിടങ്ങൾ, ഒരുപാട് സ്മാരകങ്ങൾ, പൂന്തോട്ടങ്ങൾ, ധാരാളം കാര്യങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹേഗിയ സോഫിയ കാണിച്ചത് വേറൊന്നുമില്ല, യൂറോപ്യന്മാരുടെ ജീവിതത്തെയും അവരുടെ സംസ്കാരത്തെയും പറ്റിയുള്ള ഒരു ആമുഖം എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് ആക്ടിവിറ്റി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പുസ്തകത്തിലുള്ള
ഏറ്റവും ഒന്നാമത്തെ ആക്ടിവിറ്റിയാണ്. പുസ്തകം തുറക്കുക, അടുത്ത പേജിലേക്ക് വരിക. വരുമ്പോഴത്തേക്ക് അവിടെ ഏറ്റവും ആദ്യം എഴുതിയിട്ടുണ്ട് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഒരു സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പം അവിടുത്തെ അതിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. 3 കാര്യങ്ങളുണ്ട്. ഒന്ന് സെന്റർ ഓഫ് നോളജ്. സെന്റർ ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ അറിവിന്റെ കേന്ദ്രം. മലയാളം മീഡിയക്കാർ ശ്രദ്ധിക്കുക, അവരുടെ സൈഡിൽ എഴുതിയിട്ടുള്ള വിജ്ഞാനത്തിന്റെ കേന്ദ്രം. വിജ്ഞാനത്തിന്റെ കേന്ദ്രം, വിജ്ഞാനത്തിന്റെ കേന്ദ്രം, ഇതാണ് സെന്റർ ഓഫ് നോളജ്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു, പഠനത്തിന്റെ കേന്ദ്രമായിരുന്നു. സെക്കൻഡ് ഈസ് അബോർഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് ട്രഷർ ട്രോവ് ഓഫ് ടെക്സ്റ്റ്. ഒരുപാട് പണ്ഡിതന്മാരുള്ള സ്ഥലമായിരുന്നു, അവരുടെ പുസ്തകങ്ങളുള്ള സ്ഥലമാണ്. ഒരുപാട് പുസ്തകങ്ങൾ, ലൈബ്രറികൾ, അങ്ങനെയൊക്കെയുള്ള വലിയ നിധി, അറിവിന്റെ വലിയ നിധിയുള്ള സ്ഥലമായിരുന്നു ഇത് കോൺസ്റ്റാന്റിനോപ്പിൾ. Third one is gateway from Asia to Europe. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കും അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കും വരാനായിട്ടുള്ള ഒരു പാസേജ്, ഒരു ഗേറ്റ് വേ ആയിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഇതൊരു നാരോ സ്പേസ് ആണ്. ഇതിലൂടെ മാത്രമേ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. കാരണം ബാക്കി സ്ഥലത്തെല്ലാം സീ ആണ്, കടലാണ്. അപ്പോൾ this is the first question and answer of your 7th standard social science. അതുകൊണ്ട് ഇതെല്ലാം പഠിച്ചേ പറ്റുള്ളൂ. മിക്കവാറും പരീക്ഷകൾക്കെല്ലാം ഇത് വരുന്ന ചോദ്യം കൂടിയാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. Features of Constantinople. First point, center of knowledge. Second is abode of scholars and treasure trove of text. Third is gateway from Asia to Europe. മലയാളം മീഡിയം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇതിന് ആവശ്യമുള്ള നോട്ട്സ് എല്ലാം ഞാൻ മലയാളത്തിൽ തന്നെയാക്കി ഈ വീഡിയോ ലാസ്റ്റിൽ ഇട്ടേക്കാം. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടാണ് ഇപ്പോൾ ക്ലാസ് ശ്രദ്ധിക്കുക. ബാക്കി കാര്യങ്ങൾ ഇതിന്റെ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ വേറെ നോട്ട്സ് ആയിട്ട് തന്നോളാം. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയക്കാർ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ ഇതേപടി നോട്ട്ബുക്കിൽ എഴുതിയിരിക്കണം. എല്ലാവരുടെയും ബുക്കിൽ ഇത് കണ്ടേക്കണം. ഓക്കെ, റെഡി. അതാണ് സെക്കൻഡ്. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോകണം. Why did scholars, artists and writers migrate to Italy? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ആ സമയത്ത് അവരിതിന്റെ സ്ഥലങ്ങളെല്ലാം പിടിച്ചടക്കി. നിലവിൽ അവിടെ ഉണ്ടായിരുന്ന സാമൂഹിക പരിസ്ഥിതികൾ മൊത്തത്തിൽ മാറിപ്പോവുകയും അതുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഒരു ആക്സസ് ഇല്ലാത്ത സ്ഥലമായിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ മാറി. അതിന്റെ പ്രാധാന്യവും കുറഞ്ഞു വന്നു. അങ്ങനെ വന്നപ്പോൾ ഇതൊരു ദാരിദ്ര്യം പിടിച്ച സ്ഥലമായിട്ട് മാറി. അതിന്റെ ഭാഗമായിട്ട് പല ആളുകളും പല രീതിയിൽ അവിടെ നിന്ന് മാറിപ്പോവുകയും അങ്ങനത്തെ ചെയ്തതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇനിയിപ്പം അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിക്കുക. ഇതാണ് why did scholars writers and artists and writers migrate to Italy? This is the second activity. അപ്പോൾ നിങ്ങൾ പുസ്തകം നോക്കിക്കോളെ. Answer first one. Italy was a country that upheld the rich Greco-Roman tradition. Italy was a country that upheld the rich Greco-Roman tradition. ഇറ്റലി എന്ന് പറയുന്ന സ്ഥലം ഈ പഴയ കാലത്തുള്ള ഗ്രീക്ക് റോമൻ ട്രഡീഷൻ പിന്തുടരുന്ന രാജ്യമായിരുന്നു. അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ തകർന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ആശ്രയിക്കാവുന്ന തരത്തിലുള്ള വേറൊരു സ്ഥലമായിട്ട് അന്നുണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇത് ഇറ്റലി. അതുകൊണ്ട് അങ്ങോട്ടൊരു മാറാൻ തയ്യാറായി. Then the rich Italian traders were patrons of art, literature, etc. അതായത് ഈ പറയുന്ന ആൾക്കാരുടെ എല്ലാം, അതായത് ഇവരെ സംരക്ഷിക്കുന്ന കുറെ ആൾക്കാർ നേരത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ പോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നതോടുകൂടി
അവിടെ അവർക്ക് രക്ഷയില്ലാതെ ഇവരുണ്ടാക്കുന്ന വസ്തുക്കൾ, ഇവരുടെ കലാസൃഷ്ടികൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാനും അതിനെ സംരക്ഷിക്കാനും അവരെ സഹായിക്കാനും യാതൊരു ആൾക്കാരില്ലാതെ ആയിരിക്കും. അതുകൊണ്ട് അവർ ഇറ്റലിയിലേക്ക് പോയി. കാരണം അവിടെ കുറെ ആൾക്കാരുള്ളവര് the rich Italians were the patrons of art, literature and culture. അവർ അതിനെ സംരക്ഷിക്കാനായിട്ട് റെഡി ആയിട്ടുള്ളവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് മാറി. These traders were keen to preserve. These traders were keen to preserve. These traders were keen to preserve the historical and cultural heritage. The historical and cultural heritage. ഈ ആൾക്കാരെ ഇവർക്ക് ഈ കച്ചവടക്കാരാണെങ്കിലും അവർക്ക് ഇതിനെയൊക്കെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു കാര്യമാണ്. 3 പോയിന്റ്സ് ആണ്. ഫസ്റ്റ് വൺ, ഇറ്റലി വാസ് ദ കൺട്രി uphold the rich Greco-Roman tradition. Second one, the rich Italian traders were patrons of art and literature. Third one, the traders were keen to preserve the historical and cultural heritage. ഇത്രയുമാണ് അതിനകത്തുള്ള 2 ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പം അതാണ് നിങ്ങൾ എഴുതുക, ബുക്കിൽ നോക്കി എഴുതിയെടുത്തുള്ള നിങ്ങൾ പഠിക്കുക. അത്ര വേറെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകണം. ഓക്കെ, ഇതാണ് അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ ബേസിക് എന്ന് പറയുന്നത്. ഇനിയും അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് റിനൈസൻസ് ആണ്. റിനൈസൻസ് നവോത്ഥാനം. റിനൈസൻസ്, നവോത്ഥാനം. അപ്പം നിങ്ങൾ ഇപ്പം നമ്മൾ നോക്കിയനുസരിച്ച് ഇവിടെ കുറച്ച് ബുദ്ധിജീവികൾക്ക് മാത്രം ജീവിക്കാവുന്ന, അല്ലെ അവർക്ക് മാത്രം പ്രാധാന്യമുള്ള, പണക്കാർക്ക് പ്രാധാന്യമുള്ള, കച്ചവടക്കാർക്ക് പ്രാധാന്യമുള്ള ഒരു സംവിധാനം ഗ്രന്ഥങ്ങളാണ് നമ്മൾ ഇത് പഠിച്ചു പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് റിനൈസൻസ്. റിനൈസൻസിന്റെ മലയാളമാണ് നവോത്ഥാനം. ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാമൂഹിക ക്രമത്തിലേക്ക് ഇവർ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതുവരെ ഉണ്ടായിരുന്ന ഇവ സാഹിത്യം പറയുകയാണെങ്കിൽ അതിനകത്ത് പറഞ്ഞ കഥകളൊക്കെ വലിയ സ്വർഗീയമായ കാര്യങ്ങൾ, മാലാഖമാരുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്വർഗത്തിലുണ്ടാകുന്ന വിപ്ലവം, ഇതിനെപ്പറ്റി. അതിനുശേഷം വന്നപ്പോഴത്തേക്ക് ഇതിനകത്തെല്ലാം ഒരു മാറ്റം ഉണ്ടായി. ആളുകൾക്ക് താല്പര്യമില്ല, ആളുകൾക്ക് ഇഷ്ടമില്ല, അവർ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ എഴുത്തുകാരെല്ലാം അവരുടേതായ കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. രണ്ടാമത് സാമൂഹിക ക്രമം, സമൂഹത്തിലെ റെസ്പെക്ട്, അല്ലെങ്കിൽ ആളുകളുടെ പെരുമാറ്റം, ഇതിലെല്ലാം മാറ്റം ഉണ്ടായി. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ യൂറോപ്പിന്റെ പരിസ്ഥിതിക്കും അവിടുത്തെ ജീവിത രീതിക്കും ഉണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞ ചുരുക്കം പേരാണ് എന്ത്? റിനൈസൻസ്. ഓക്കെ, അതാണ് റിനൈസൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കുറെ ഫീച്ചേഴ്സ് നമ്മൾ പറയുന്നത് അതിലൊക്കെയാണ്. ഒന്നാമത്തത്, റീജണൽ ലാംഗ്വേജ് became very important. റിനൈസൻസിന്റെ ഫീച്ചേഴ്സ് ആണ് നിങ്ങൾ എഴുതിക്കോണേ. ഫീച്ചേഴ്സ് ഒന്നാമത്തത്, റീജണൽ ലാംഗ്വേജ് became important. അത് വളരെ പ്രധാനപ്പെട്ട ലാംഗ്വേജ് ലാറ്റിൻ, ഗ്രീക്ക് അങ്ങനെയൊക്കെയുള്ളതാണ്. അതായത് വളരെ കുറച്ച് പണ്ഡിതന്മാരായ ആൾക്കാർ മാത്രം ഉപയോഗിക്കുന്ന ലാംഗ്വേജസ് ആയിരുന്നു, സാധാരണക്കാരുടെ ലാംഗ്വേജ് അല്ല. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം വന്നത് എങ്ങോട്ട് വന്നു? ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകൾക്ക്, അതായത് സാധാരണക്കാർ സംസാരിക്കുന്നത്. ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ പശുവിനെ ഇംഗ്ലീഷിൽ പറയുന്നത് കൗ, കോഴിക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് ഹെൻ, ആടിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഗോട്ട്. സാധാരണ പുസ്തകമെല്ലാം പഠിക്കുന്നതാണ്. പക്ഷെ നമ്മൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്ക് ആടിന് പറയുന്നത് ഗോട്ടെന്നാണ്, മട്ടൺ എന്നാണ്. നമ്മൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന ടേബിളില്, ഡൈനിങ് ടേബിളിൽ കോഴിക്ക് പറയുന്നത് ഹെന്നല്ല, ചിക്കൻ എന്നാണ്. പോത്തിന്റെ ഇറച്ചിക്ക് പറയുന്നത് ബീഫ് എന്നാണ്. these 3 words, ബീഫ്, മട്ടൺ, ഇതൊന്നും ഇംഗ്ലീഷ് അല്ല. അതായത് അന്നത്തെ കാലത്ത് പണക്കാരായിരുന്ന ലാറ്റിൻസോ അല്ലെ അങ്ങനെയുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന വാക്കുകളാണ്. കാരണം കഴിക്കുന്ന ആരാണ്? പണക്കാർ. കൃഷി ഇതിനെ ഉണ്ടാക്കുന്ന ആരാണ്? കൃഷിക്കാർ. കൃഷിക്കാരൻ എന്ന് പറയുന്നു ഇംഗ്ലീഷ് പറയുന്നു എന്ന് ഗോട്ട്. കഴിക്കുന്ന പണക്കാരൻ എന്ന് പറയുന്നു ബീഫ്, മട്ടൺ. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസം അവിടെ ഉണ്ടായിരുന്നു. ആ വ്യത്യാസമാണ് ആ സൊസൈറ്റിയെ രണ്ട് തട്ടിലാക്കി നിർത്തിയത്. അത് മാറ്റം ഉണ്ടായി. കാരണം ഈ പണക്കാരൻ മാറി, ഈ കൃഷിക്കാരൻ മാറി. അപ്പൊ സാമൂഹ്യ ക്രമത്തിൽ മൊത്തം ഉണ്ടായ ഒരു മാറ്റം ഏറ്റവും ഫസ്റ്റിൽ പ്രതിഫലിച്ചത് എവിടെയാണ്?
regional languages became very important. Means English, Spanish, French, etc. became the important language. അന്നുവരെ ഈ ഭാഷകളിൽ സാഹിത്യകൃതികൾ ഉണ്ടായിരുന്നില്ല. മറ്റു ഭാഷകൾ. പക്ഷേ ഈ കൃതിയിലേക്ക് സാഹിത്യകൃതികൾ വന്നെങ്കിൽ മാത്രമേ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സംസ്കൃതമുണ്ട്. സംസ്കൃതത്തിൽ മഹാഭാരതം എല്ലാം ഉണ്ടായി, പക്ഷെ അതാർക്കും വായിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് മലയാളത്തിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് അത് വായിക്കാനായിട്ടും പഠിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും പറ്റും എന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ പരിവർത്തനത്തിന്റെ പേര് കൂടിയാണ് റിനൈസൻസ്. അത് ആദ്യമേ പ്രകടമായിരിക്കുന്ന ലാംഗ്വേജസ്. Then second one is adopted the life of common man are the central theme of art and literature. Okay, about adopted the life of common man. Common man എന്നല്ല, സാധാരണക്കാരൻ. പണക്കാരനല്ല, പണ്ഡിതനല്ല, സാധാരണക്കാരൻ. Common man are the central theme of art and literature. എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിന്റെയും മറ്റുള്ള കലാപരമായ സൃഷ്ടികളുടെയും എല്ലാം പ്രധാനപ്പെട്ട ഇതിവൃത്തമായിട്ട് മാറിയതാണ് ദ ലൈഫ് ഓഫ് കോമൺ മാൻ, സാധാരണക്കാരന്റെ ജീവിതം. നമുക്കറിയാം, മംഗളവും മനോരമയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും വായിക്കും. കാരണം സാധാരണക്കാരന് ഏത് പാവപ്പെട്ടത് മനസ്സിലാവും. വലിയ സാഹിത്യകൃതികൾ വായിക്കുന്ന ആരാ? വലിയ പണ്ഡിതന്മാർ. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? സാഹിത്യകൃതികളുടെ എല്ലാം പ്രധാനപ്പെട്ട ഇതിവൃത്തമായിട്ട് മനുഷ്യന്റെ ജീവിതം. അപ്പം അവന്റെ കൃഷിയായിരിക്കും, അവന്റെ പാവപ്പെട്ടവന്റെ വീട്ടിലെ ലൈഫായിരിക്കും, അല്ലെങ്കിൽ അവര് നടത്തുന്ന കലാപരമായ സാഹിത്യപരമായ സൃഷ്ടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും, അവരുടെ ആർട്ട് ഫോംസ് ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവിടെ പ്രധാനമായിട്ടും വരിക. അപ്പൊ അതിനു മുമ്പ് എന്തായിരുന്നു പറഞ്ഞത്? അതിനു മുമ്പ് വലിയ ഹെവൻലി ഇഷ്യൂസ്, സ്വർഗത്തിലെ വിപ്ലവം, മാലാഖമാരും പിശാചും തമ്മിലുള്ള യുദ്ധം, ഇതൊക്കെയാണ് അന്നത്തെ വിഷയം. പക്ഷെ പിന്നീട് എന്തായിട്ട് മാറി? മനുഷ്യന് മനസ്സിലാകുന്നതും അവർക്ക് താല്പര്യമുള്ളതും അവരുടെ ജീവിത ഗന്ധിയായ കാര്യങ്ങളിലേക്ക് മാറി എന്ന് art and literature. That is the point adopted the life of common man as a central theme of art and literature. Yes, the third point is humanism. In മലയാളത്തിൽ നമ്മൾ പറഞ്ഞ മാനവികത എന്നാണ്. മാനവികത, മലയാളത്തിലുള്ള മാനവികത മീൻസ് മാനവൻ മീൻസ് മനുഷ്യൻ. അപ്പം ഇതുവരെ രണ്ട് പോയിന്റ് നമ്മൾ പറഞ്ഞത് വ്യത്യസ്തമായ കാര്യങ്ങൾ. ഇതിനകത്ത് പറഞ്ഞാൽ അറിയാം, ഇവിടെ റിനൈസൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മാനവികതയ്ക്ക് പ്രാധാന്യമുള്ളത് ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് became important than anything. മറ്റുള്ള എന്തിനേക്കാളും, ഏത് വിഷയത്തെക്കാളും ഏറ്റവും പ്രാധാന്യമുള്ളതിനാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ട അവന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണോ, അവന്റെ ലൈഫ്, അവന്റെ ജീവിതം, അവന്റെ ജോലി, അവന്റെ പ്രണയം, ജനനം, മരണം, ഇതെല്ലാം എന്നത് അതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റുള്ള എല്ലാം വിട്ടെന്നല്ല, ഏറ്റവും പ്രാധാന്യം ഹ്യൂമനിസം, മനുഷ്യന് അവന്റെ കാര്യം. മാൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ആനയ്ക്കാണ് ഇമ്പോർട്ടൻസ്. ആനയെ കൊണ്ടൊന്നും വലിയ പ്രശ്നമാണ്, അതല്ല. അത് ഒരിക്കലും നമുക്ക് അതിനെ വാല്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. ആന പ്രധാനപ്പെട്ട, പക്ഷെ ഏറ്റവും പ്രധാനം ഹ്യൂമൻ, മനുഷ്യനാണ് ഇമ്പോർട്ടന്റ്. മനുഷ്യൻ കഴിഞ്ഞിട്ടുള്ള മറ്റെന്തും എന്നുള്ളതാണ് ഇത് ഹ്യൂമനിസം. അത് റിനൈസൻസിന്റെ പ്രധാനപ്പെട്ട ഒരു തോട്ടായിട്ട് പോകുന്നു. The fourth point is it promoted reasoning and spirit of inquiry. What is reasoning? Reasoning means there is a reason behind everything. എല്ലാത്തിനും സമൂഹം ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും, അല്ലെ? That is reasoning and spirit of inquiry. എല്ലാത്തിനും എങ്ങനെ ഇതുണ്ടായി ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു സ്പിരിറ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ട്, അല്ലെ? ഇപ്പൊ ശാസ്ത്രം ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു രീതിയിലേക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും അതിന് ഉത്തരം കണ്ടെത്താനും അതിന്റെ കാര്യകാരണ സഹിതം പഠിക്കാനുമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വികാരം ഉണർത്തിയെടുത്ത സംബോധന കൂടെയാണ് റിനൈസൻസ്. Clear? The four points are there. First one is regional language became important. English സാധാരണക്കാരുടെ ഭാഷ പ്രധാനപ്പെട്ടതായിട്ട് മാറി. Then adopted the life of common man as the central theme of literature. മനുഷ്യന്റെ ജീവിതം അവന്റെ കാര്യങ്ങൾ പ്രധാനപ്പെട്ട തീമായിട്ട് മാറി. തീം എന്ന് പറയുന്നത് തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇതിവൃത്തം, എന്താ സംഭവം, അതിനെ ഡിസ്കസ് ചെയ്യുന്ന ഇഷ്യൂ.
Then the third one is humanism. I was suspected human life became important than anything. മനുഷ്യനാണ് പ്രധാനപ്പെട്ടത്, മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും പ്രാധാന്യം, അത് കഴിഞ്ഞിട്ട് മറ്റെന്തും. Then the fourth one is promoted reasoning and spirit of inquiry. കാരണം അന്വേഷിച്ച് കണ്ടുപിടിക്കാനും അതിന്റെ റീസണിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് മാറി. ഇത്രയുമാണ് റിനൈസൻസ്. അടിസ്ഥാനപരമായി പറഞ്ഞാൽ ലോകത്തെ മാറ്റിമറിച്ച ഒരു സംഭവമാണ് റിനൈസൻസ്. യൂറോപ്പിൽ ആദ്യം ഉണ്ടായിരുന്നതിനർത്ഥം ബാക്കി യൂറോപ്പിനെ ഫോളോ ചെയ്യുന്ന എല്ലായിടത്തും ഉണ്ടാവും. അങ്ങനെ മനുഷ്യരെ മൊത്തത്തിൽ മാറ്റിമറിക്കാനായിട്ട് കഴിവുണ്ടായ ഒരു ആശയത്തിന്റെയും മാറ്റത്തിന്റെയും പേരാണ് റിനൈസൻസ്. എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പഠിക്കുന്നത് യൂറോപ്പിലെയാണ്. ക്ലിയർ? 3 ആക്ടിവിറ്റീസ് കഴിഞ്ഞു കേട്ടോ. അടുത്തൊരു സിമ്പിൾ ആക്ടിവിറ്റി ആണ് റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ. ഓക്കെ, അടുത്ത നമ്മൾ വരാൻ പോകുന്നത് റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ. റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ ഒരു പോർഷനാണ്. അതിനകത്ത് വേറെ വിഷയമൊന്നുമില്ല. നിങ്ങൾ ഈ പുസ്തകം നോക്കുക. പുസ്തകത്തിനകത്ത് ഇവിടെ തൊട്ട് കുറെ ആളുകളുടെ പടവും കൊടുത്തിട്ടുണ്ട്. കുറെ പുസ്തകങ്ങൾ പറയുന്നത് ആ പേരിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ സംഭവമുണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇവിടെ ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് വാട്സ് റൈറ്റേഴ്സ്. ഓക്കെ, ഈ റൈറ്റേഴ്സിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെട്ര, ഡാന്തെ, ബൊക്കാച്ചിയോ, സെർവാന്റസ്, ഗ്രാസ്കോസ്. ഇവരുടെ പുസ്തകങ്ങളുടെ പേര് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അത് നോക്കുക, ഇവിടെ എഴുതി വെക്കുക. ദാറ്റ് ഈസ് ദ ഫോർത്ത് ആക്ടിവിറ്റി. ക്ലിയർ? മലയാളത്തിലേക്കായി ശ്രദ്ധിക്കുക. അതായത് ഈ പേരുകൾ തന്നെ നിങ്ങൾ എഴുതുക. മലയാളത്തിൽ എഴുതുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പുസ്തകത്തിൽ അത് മലയാളത്തിൽ നേരത്തെ പെട്രാർക്ക, ഡാന്തെ, ബൊക്കാച്ചിയോ, സെർവാന്റസ്, ഗ്രാസ്കോസ്. പടത്തിൽ എഴുതി നോക്കുക. അവരുടെ എന്താണോ അത് ഇവിടെ എഴുതി വെച്ചാൽ മതി. ആ ആക്ടിവിറ്റി കഴിഞ്ഞു. അപ്പം ഈ ആളുകൾ ചെയ്ത പരിപാടി ഇവരുടെ പുസ്തകങ്ങളിലൂടെ, ഇവരുടെ ലിറ്ററേച്ചറിലൂടെ ഈ പറഞ്ഞ റിനൈസൻസിലൂടെ ഉണ്ടാക്കിയ മാറ്റങ്ങൾ മുഴുവൻ സമൂഹത്തിലേക്ക് എത്തിച്ചു. ക്ലിയർ? മാറ്റം ഉണ്ടാകും നമ്മൾ എങ്ങനെ അറിയുന്നത്? പുതിയ പത്രം വായിക്കുക, ടെലിവിഷനിൽ കൂടെ വരും, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചത് അന്ന് ഈ മാധ്യമങ്ങളൊന്നുമില്ല. ആകെയുള്ള മാധ്യമം എന്ന് പറഞ്ഞ എഴുത്താണ്. ഈ എഴുത്തിലൂടെ എന്ത് ചെയ്തു? ജനങ്ങളിലേക്ക് ഈ സംഭവം എത്തി. അതുകൊണ്ട് ഇതിനകത്തൂടെയാണ് സമൂഹത്തിലേക്ക് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. നിങ്ങൾ ചെയ്യേണ്ട ശ്രദ്ധിക്കുക, പുസ്തകത്തിൽ നിന്നും ഈ റൈറ്റേഴ്സിന്റെ പേര് ഇതുപോലെ എഴുതി വെക്കുക. അത് നോക്കി റൈറ്റ് സൈഡിലേക്ക് വാർത്ത, അവിടെ വാർത്ത എന്താണോ അതിന്റെ പേര് കൊണ്ടു എഴുതി വെക്കുക. അതുകൂടി ആ ആക്ടിവിറ്റി കഴിഞ്ഞു. ഓക്കെ, റൈറ്റ്? The same thing is Renaissance in art. Renaissance in art. Art forms. ഇവിടെ ആർട്ടിസ്റ്റിന്റെ പേരാണ് പറയുന്നത്. ആർട്ടിസ്റ്റ് ആരാണ്? ലിയനാർഡോ ഡാവിഞ്ചി. ഡാവിഞ്ചി അദ്ദേഹത്തിന്റെ വർക്ക്. മൈക്കൽ ആഞ്ചലോ, റാഫേൽ. ഇതുപോലെ തന്നെ പുസ്തകങ്ങൾക്കുണ്ട്. അത് നോക്കുക, എടുത്തിട്ട് മൈക്കൽ ആൻഡ് മൊണാലിസ കിടപ്പുണ്ട്. ഈ സംഭവം നോക്കി എഴുതാൻ മാത്രം എഴുതിച്ചാൽ മതി. അതാണ് അടുത്ത ആക്ടിവിറ്റി. അപ്പോൾ 2 ആക്ടിവിറ്റി നിങ്ങൾക്ക് കിട്ടി. ഇതും പിന്നെ മുമ്പത്തെ. ഓക്കെ, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതിലേക്ക് നമ്മൾ പോവാണ്. അതാണ് റിനൈസൻസ് ഇൻ സയൻസ്. അതായത് നമുക്ക് നമ്മുടെ സയൻസിന്റെ മേഖലയിൽ, ആ മേഖലയിലുണ്ടായ റിനൈസൻസുമായിട്ടുള്ള ഒരു മാറ്റമാണ്. എൻ്റെ വീഡിയോ ഇപ്പോൾ ഞങ്ങളെ കാണിക്കാൻ ശ്രദ്ധിച്ചു. നവോത്ഥാനം ശാസ്ത്രരംഗത്തും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. ഭൗമകേന്ദ്ര സിദ്ധാന്തം പിഴുതെറിയപ്പെട്ടു എന്നതാണ് ഇതിൽ പ്രധാനം. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നും സൂര്യനും മറ്റുപഗ്രഹങ്ങളും ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുകയാണ് എന്നതായിരുന്നു ഭൗമകേന്ദ്ര സിദ്ധാന്തം. ഗ്രീക്ക് തത്വചിന്തകന്മാരായിരുന്ന അരിസ്റ്റോട്ടിൽ, ടോളമി എന്നിവരായിരുന്നു ഭൗമകേന്ദ്ര സിദ്ധാന്തത്തിൻ്റെ പ്രധാന വക്താക്കൾ. എന്നാൽ ഈ ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് ഗലീലിയോ ടെലസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് ജൊഹാൻസ് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അച്ചടി യന്ത്രത്തിൻ്റെ വരവോടെ നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് വളരെ വേഗമെത്തി.
ഓക്കെ റൈറ്റ്. അപ്പോൾ ഇതാണ് നവോത്ഥാനം മീൻസ് റിനൈസൻസ് ഇൻ സയൻസ്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഏറ്റവും ഫസ്റ്റ് ഇതിനകത്ത് പറഞ്ഞു ആദ്യമേ നമ്മൾ വിശ്വസിച്ചിരുന്നത് സൂര്യനും മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നു എന്നായിരുന്നു. ക്ലിയർ? സൂര്യനും മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പേരാണ് ജിയോസെൻട്രിക് തിയറി. ജിയോ മീൻസ് ഭൂമി. ഇനി അവസാനം ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചു അങ്ങനെയല്ല, സംഭവം സൺ സെൻട്രിക് ആണ്. മീൻസ് സൂര്യനാണ് നടുക്ക് നിൽക്കുന്ന നക്ഷത്രം, അതിനെ ചുറ്റിക്കൊണ്ടാണ് മറ്റു ഗ്രഹങ്ങളെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പിന്നെ നമ്മുടെ റെവല്യൂഷൻ റൊട്ടേഷൻ ഇതെല്ലാം പഠിച്ചു. ഓക്കെ. അപ്പോൾ അന്നത്തെ കാലത്ത് ആദ്യമേ വിശ്വസിച്ച ഏതാണ് ഭൂമിയാണ് നടുക്ക് നിൽക്കുന്നത്, ബാക്കി കാര്യം ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തെ മാറ്റിമറിച്ചിട്ട് സൂര്യനാണ് നടുക്ക് നിൽക്കുന്നതെന്നും അതിനെ ചുറ്റിക്കൊണ്ട് മറ്റ് ഗ്രഹങ്ങൾ കറങ്ങുകയാണ് ചെയ്യുന്നതെന്നും അവർ തെളിയിച്ചു. ഇതാണ് റിനൈസൻസിന്റെ ഒന്നാമത്തെ മാറ്റം. ക്ലിയർ? പിന്നെ പ്രിന്റിംഗ് പ്രസ്, അച്ചടിയന്ത്രം കണ്ടുപിടിച്ചു. ജോഹന്നാസ് ഗുട്ടൻബർഗ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചു. അച്ചടിയന്ത്രത്തിന്റെ വരവെന്ന് പറയുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമോ ആ മാറ്റങ്ങളൊക്കെ പ്രിന്റ് ചെയ്യപ്പെട്ടാലേ ജനങ്ങളിലേക്ക് എത്തുള്ളൂ, അല്ലെങ്കിൽ അത് ശാസ്ത്രജ്ഞന്റെ കയ്യിൽ ഇരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ തന്നെ പത്രങ്ങൾ പ്രിന്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞതുപോലെ അന്ന് പ്രിന്റ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല. ആൾക്കാർ ഓരോ കോപ്പി എടുക്കുക പേനയിൽ വെച്ച്. അത് എത്രമാത്രം ആളുകൾക്ക് എത്താൻ പറ്റും? അതൊരു ലൈബ്രറിയിൽ ഒരെണ്ണം കാണും. അവിടെ പോകുന്നവരാരുമില്ല, അവർക്ക് വായിക്കാൻ പറ്റത്തില്ല. അവിടെ പോകുന്നത് മാത്രം വായിക്കാൻ പറ്റും. പക്ഷേ invention of printing press completely totally changed the situation. Everyone is accessible to something that is printed. എന്ത് പ്രിന്റ് ചെയ്യുന്നു അത് നമുക്ക് കൈ കിട്ടുന്ന അവസ്ഥയിലേക്ക് വരുന്നതിന് സാധിച്ചു പ്രിന്റിംഗ് പ്രസ്. സെക്കൻഡ് ഈസ് ടെലസ്കോപ്പ്. എന്താ ടെലസ്കോപ്പ്? വാനനിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള സാധനം അത് കണ്ടുപിടിച്ചു. ഫ്ലൈയിങ് ഷട്ടിൽ, അതായത് നൂൽ നൂൽക്ക് നമ്മുടെ ടെക്സ്റ്റൈൽസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് രണ്ട്. സ്പിന്നിങ് ജെന്നി, ഫ്ലൈയിങ് ഷട്ടിൽ. ഇത് രണ്ടുപേരെ കൂട്ടി യോജിപ്പിച്ചപ്പോഴാണ് ടെക്സ്റ്റൈൽ മില്ല് എന്ന് പറയുന്ന പുതിയൊരു സാധനം ഉണ്ടായത്. അതിലൂടെയാണ് വസ്ത്ര നിർമ്മാണ രംഗത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നത്. സ്റ്റീം എഞ്ചിൻ, ആവി എഞ്ചിൻ. ആവി എഞ്ചിൻ ഈ അതായത് അതിലൂടെ ഉണ്ടാക്കുന്ന എനർജിയെ മറ്റ് വ്യാവസായിക മേഖലയിലേക്ക് കടത്തിവിടാനായിട്ട് നമുക്ക് സാധിച്ചു. അതിലൂടെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ലോക്കോമോട്ടീവ്, അത് ട്രെയിനിന്റെ എഞ്ചിൻ, അങ്ങനത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. അപ്പം ഈ പറയുന്ന സംഗതികളെല്ലാം, ഈ മാറ്റങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്ന് പുതിയൊരു സംവിധാനത്തിലേക്ക് വന്നു. അതിന്റെ പേരാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവം. വ്യവസായ വിപ്ലവം എന്താണ്? വ്യവസായ വിപ്ലവം, വ്യവസായം എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു ഫാക്ടറി, അതിനകത്ത് കുറെ സാധനങ്ങൾ ഒന്നിച്ച് ഉത്പാദിപ്പിക്കുന്നു, അത് എല്ലാവരിലേക്കും എത്തിച്ചേരുന്നു. അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട്, രണ്ട് ബൾക്കായിട്ട് ഉത്പാദനം നടക്കുന്നുണ്ട്, ലാഭം കൂടുതലുണ്ട്, ചെലവ് കുറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉത്പാദനത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാനും അതിലൂടെ കൂടുതൽ നമുക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും, കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു, കച്ചവടം ഉണ്ടാകുന്നു, ടൗൺഷിപ്സ് ഉണ്ടാകുന്നു, ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെന്റ്സ്, ഇതെല്ലാം കൂടെ കൂടിക്കൊണ്ടുള്ള ഒരു പുതിയ സാമൂഹിക ക്രമത്തിലേക്ക് മാറാനായിട്ട് സാധിച്ചു. അതിനുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഇതിനുള്ളത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഏറ്റവും ആദ്യം ഉണ്ടായത് യൂറോപ്പിലാണ്, അതിനുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് ഉണ്ടായത്. ക്ലിയർ? അപ്പം റിനൈസൻസ് ഇത്രയും കാര്യങ്ങൾ വന്നു, അവസാനം ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് വന്നു. അതിലൂടെ പുതിയൊരു സാമൂഹിക ക്രമത്തിലേക്ക് മാറാനായിട്ട് നമുക്ക് സാധിച്ചു. ഓക്കെ, അപ്പം ഇതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അപ്പം ഏകദേശത്തോടെ നമ്മുടെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. അവിടുത്തെ പ്രത്യേകത പറഞ്ഞു, അവിടുത്തെ കാര്യങ്ങളെല്ലാം എന്തുകൊണ്ട് ആൾക്കാർ അതായത് ഇറ്റലി പോലുള്ള സ്ഥലങ്ങളിലേക്ക് മാറാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നീട് വന്നിട്ട് റിനൈസൻസിനെ പറ്റി പറഞ്ഞു. റിനൈസൻസ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ഈ റിനൈസൻസിലൂടെ ഇത്രയും മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടായി. അവസാനം നമ്മൾ നിൽക്കുന്നവരെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നിൽക്കുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് പുതിയൊരു സാമൂഹിക ക്രമം, പുതിയൊരു സാമ്പത്തിക ക്രമം, എല്ലാത്തിനും മാറ്റം വരുത്താനായിട്ട് സാധിച്ച സംഭവമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയും. ഇത്രയും നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. വലിയ കേസൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് ശ്രദ്ധിച്ചാൽ പഠിക്കാനുള്ള കേസേ ഉള്ളൂ. പിന്നെ നിങ്ങൾ പഠിക്കുക. ഈ നോട്ട്സ് ഞാൻ എഴുതിയത് നിങ്ങൾക്ക് ബോർഡിൽ എഴുതി റെഡി ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇതല്ലെങ്കിൽ ഞാൻ ഇതിന്റെ മലയാളം മീഡിയത്തിന്റെ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ നോട്ട്സ് ഫോട്ടോസ് ആയിട്ട് ഞാൻ ലാസ്റ്റ് ഇട്ടേക്കാം, നിങ്ങൾ അത് എടുക്കുക. എനിവേ സ്കൂൾ തുറന്നു വരുന്ന സമയത്ത് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ നോട്ട്സ് നിങ്ങളുടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ പോർഷൻ നിങ്ങൾ പഠിച്ചിരിക്കുകയും ചെയ്യണം. ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാവുന്നത്. ഓക്കെ, ക്ലിയർ? എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ